ഹായ്, സുഖല്ലേ എല്ലാവർക്കും? എനിക്കും അതെ കേട്ടോ. തിരുവാതിരയ്ക്കല്ലേ വരുന്നത്. അപ്പോൾ നമുക്കിന്നൊരു ഇളനീർ കൂവ പായസം ഉണ്ടാക്കാം കേട്ടോ. ഇതൊരു സ്പെഷ്യൽ പായസമാണ്. ഇതുപോലെ ഉണ്ടാക്കണവരുണ്ടോ എന്ന് എനിക്കറിയില്ല. ഉള്ളവർ കമൻറ്റ് ചെയ്യണേ. ഇതുവരെ ചെയ്യാത്തവർ ഈ തിരുവാതിരയ്ക്ക് ഇതുപോലെ തന്നെ ചെയ്ത് നോക്കണം കേട്ടോ. വളരെ ടേസ്റ്റിയാണ്. അപ്പം അതിന് വേണ്ടി ഞാനൊരു ഫ്രൂട്ട് സ്റ്റോളിൽ പോയിട്ട് ഒരു നല്ല കരിക്ക് തപ്പി പിടിച്ചുകൊണ്ട് വന്നു കേട്ടോ. അത്യാവശ്യം വലിപ്പമുണ്ട്, നല്ലോണം വെള്ളമുണ്ട് അതിനകത്ത്. അപ്പോൾ അത് നന്നായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് ഇളനീരിൻ്റെ വെള്ളവും നമുക്ക് ആവശ്യമുണ്ട്, അതിൻ്റെ അകത്തിട്ടുള്ള ഇളനീരും നമുക്ക് ആവശ്യമുണ്ട് കേട്ടോ. കാമ്പും നമുക്ക് ആവശ്യമുണ്ട്. അപ്പോൾ ഈ കാമ്പൊക്കെ നമുക്ക് നന്നായിട്ടൊന്ന് ചുരണ്ടിയിട്ട് ഒരു പാത്രത്തിലിട്ട് വയ്ക്കാം. ഇതുപോലെ ഉള്ളതെടുക്കണം കേട്ടോ. ഒരുപാട് മൂത്തത് ടേസ്റ്റ് ഉണ്ടാവില്ല. ഇതുപോലത്തെ ആണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഇതൊക്കെ ഞാൻ ചുരണ്ടി ഒരു പാത്രത്തിലാക്കിയിട്ടുണ്ട്. ഞാനൊരു അരക്കപ്പ് കൂവപ്പൊടിയിലാണ് കേട്ടോ അത് ഉണ്ടാക്കാൻ പോകണം. അപ്പോൾ ഞാനൊരു 1/4 കപ്പിൻ്റെ അത്രയും ശർക്കര എടുത്തിട്ടുണ്ട്. ഇതിന് മധുരം കുറച്ച് കുറവാണ്, അതുകൊണ്ട് അപ്പം മധുരം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുത്തോളൂ കേട്ടോ. ഇനി അതിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട്, പാവൊന്നും കാച്ചണ്ട, നമുക്ക് അറിയാലോ, ഇതൊന്ന് അലിയിച്ചെടുക്കണം. എന്നിട്ട് നമുക്കിതൊന്ന് അരിച്ചു എടുക്കണം. അപ്പോൾ ഇത് ശർക്കര നന്നായിട്ടൊന്ന് അലിയട്ടെ കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ, ഞാനൊരു അരക്കപ്പ് ആണ് ഇവിടെ നമ്മുടെ കൂവ എടുക്കണത് കേട്ടോ, കൂവപ്പൊടി. ഇനി നിങ്ങൾ മധുരമൊക്കെ നിങ്ങളുടെ ആവശ്യത്തിനെടുത്ത് ചേർത്തിക്കോളൂ കേട്ടോ. ഈ ഇളനീരിലൊരു 2 ഗ്ലാസ് ഇളനീർ വെള്ളം കിട്ടി കേട്ടോ. അതിലൊരു 1.5 ഗ്ലാസോളം ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തു. ബാക്കി വന്നത് ഞാൻ കുടിച്ചു, ക്ഷീണം മാറ്റാൻ. എനിക്കിപ്പോൾ ഇതിൽ വെള്ളം അത്ര മതിയെന്ന് തോന്നിയതുകൊണ്ടാണ് കേട്ടോ. പൊതുവേ കൂവയ്ക്ക് വേവ് കൂടുതലാണ്, അപ്പോൾ വെള്ളം നല്ലോണം ഒഴിച്ചു കൊടുക്കണം കേട്ടോ. കരിക്കിൻ്റെ വെള്ളത്തിൻ്റെ ഒപ്പം ആവശ്യത്തിന് വെള്ളം കൂടി, കരിക്ക് വെള്ളം കുറവാണെങ്കിൽ അതിനനുസരിച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ. ഇനി അത് കട്ട കെട്ടാതെ നന്നായിട്ട് ഇളക്കിയിട്ട് നമ്മൾ അലിയിച്ച് വെച്ചിരിക്കുന്ന ശർക്കരയുടെ വെള്ളം കൂടി ഇതിലേക്ക് അരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ. കല്ലോ മണ്ണോ ഉണ്ടെങ്കിൽ പൊയ്ക്കോട്ടെ. എന്നിട്ട് നന്നായിട്ട് ഇളക്കി വയ്ക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് 2 മണി ജീരകം ചേർത്താം. 2 അല്ല, ഒരു 4 മണിയായാലും കുഴപ്പമില്ല. ഇനി ഒരു 2 ഏലക്ക കൂടി പൊടിച്ച് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു നുള്ളു ഉപ്പ് ചേർക്കാൻ മറക്കരുത്. അതുകൊണ്ട് ചുക്ക് ഇഷ്ടമുള്ളവർ ചുക്ക് ചേർത്തിക്കോളൂ കേട്ടോ. നമുക്ക് ചുക്ക് ഇഷ്ടമല്ല, അതുകൊണ്ട് നമ്മൾ ചുക്ക് ചേർത്തിട്ടില്ല. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി വയ്ക്കാം. ഇനി നമ്മളുടെ ഇളനീര് ഇതുപോലെ ചെറിയ പീസായിട്ട് മുറിച്ചെടുക്കാം. ഇത് കൈ കൊണ്ട് നന്നായിട്ട് ഉടച്ച് ചേർത്താലും മതി കേട്ടോ. അപ്പം ഞാൻ എന്തായാലും മുറിച്ച് ചേർക്കാൻ പോവാണ്. ഇനി ആ മുറിച്ച് വെച്ച ഇളനീര് കൂടി നമുക്കിതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കിയിട്ട് വയ്ക്കാം. ഇനി നമുക്ക് കുറച്ചുകൂടി പണിയുണ്ട്. നമുക്കിതിലേക്ക് വറുത്തിടാനുള്ള കുറച്ച് സാധനം കൂടി വേണം. അതിനുവേണ്ടി നമുക്ക് നാളികേരം ഇതുപോലെ ഒന്ന് പൂളിയെടുക്കാം കേട്ടോ. ഒരു 5-6 കഷ്ണം മതി. എന്നിട്ട് അതിനെ ഇതുമാതിരി ചെറുതായിട്ട് മുറിച്ചെടുക്കണം. പിന്നെ 4-5 കശുവണ്ടി പരിപ്പ് കൂടി ഇതുപോലെ ഒന്ന് 2ആക്കി മുറിച്ചെടുക്കാം കേട്ടോ. ഇതൊക്കെ നമുക്ക് വറുത്തിടാൻ വേണ്ടിയിട്ടാണ്. ഇനി അടുപ്പത്തൊരു കട്ടിയുള്ള ചീഞ്ചട്ടി വെച്ചിട്ട് അതിലേക്ക് 1 സ്പൂൺ നെയ്യിട്ടിട്ട് നമ്മളുടെ ഈ കശുവണ്ടിയും പിന്നെ നമ്മളുടെ തേങ്ങാക്കൊത്തും ഒക്കെ കൂടിയിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം കേട്ടോ. പായസത്തിനൊക്കെ ഇടില്ലേ നമ്മൾ, അതുപോലെ തന്നെ. പണ്ട് ഡിസംബർ ആകുമ്പോഴേക്ക് ഈ കൂവയൊക്കെ പറിച്ച് നമ്മൾ കൂവപ്പൊടിയൊക്കെ റെഡിയാക്കി വെക്കും. അത് ഉണ്ടാക്കുന്ന പ്രോസസ്സ് നല്ല രസമാണ്. അത് കഴുകി നന്നായി ചെറുതായി മുറിച്ച് അതിനെ അരച്ച് പിന്നെ അതിനെ വെള്ളത്തിൽ കലക്കി അരിച്ച് പിന്നെ അതിൻ്റെ തെളി ഊറാൻ വേണ്ടി വയ്ക്കും. പിന്നെ അതിൻ്റെ നൂറെടുത്ത് പിന്നെയും കഴുകി പിന്നെയും തെളി ഊറാൻ വെച്ച് നല്ല വെള്ളമുണ്ടിൽ നമ്മുടെ കൂവ ഉണക്കാൻ വയ്ക്കും പൊടി. ആ നൂറ് ഉണങ്ങി വരുമ്പോൾ ശരിക്കും നമ്മളുടെ പോൺസ് പൗഡറൊക്കെ പോലെ അങ്ങ് മിനുസായിട്ട് വരും. നല്ല രസമാണ് അത് കാണാൻ. അതൊക്കെ നല്ല ഓർമ്മകളായിരുന്നു. ഇപ്പം പിന്നെ വാങ്ങണ പൊടിയാണല്ലോ. പക്ഷേ ഇത് ഞാൻ നാട്ടിൽ നിന്ന് വരുമ്പോൾ കൊണ്ടുവന്ന പൊടിയാണ് കേട്ടോ. അപ്പോൾ ഇത് നോക്കൂ, ഇപ്പം നമ്മളുടെ ഈ കലക്കി വെച്ചിരിക്കണം ഇതെല്ലാം നല്ല സെറ്റായിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ആ വറുത്തെടുത്തില്ലേ ആ ഇതിലേക്ക് തന്നെ നമ്മളുടെ ആ നെയ്യിൻ്റെ മയുള്ള ആ ചീഞ്ചട്ടിയിലേക്ക് തന്നെ നമുക്കിത് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഇതിനെ നന്നായിട്ട് ഇളക്കി അറിയാലോ, കൂവ കുറുക്കി കൊണ്ടുവരാൻ ഒരു 10 മിനിറ്റ് സമയമേ വേണ്ടൂ. ആ നെയ്മയ വെള്ളത്തിലേക്ക് തന്നെ ഒഴിക്കണം. കൂവ പെട്ടെന്ന് കുറുകി അടി പിടിക്കും. അപ്പോൾ ഈ നെയ്മയുള്ള ചീഞ്ചട്ടിയിലേക്ക് തന്നെ ഒഴിച്ചു കൊടുത്തോളൂ കേട്ടോ. ഇതൊന്ന് പകുതി കുറുകി വരുമ്പോൾ നമുക്കിതിലേക്ക് 1 സ്പൂൺ നെയ്യും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഈ പ്രാവശ്യത്തെ ഭഗവാന്റെ തിരുനാളിന് ഈ പായസം തന്നെ ഉണ്ടാക്കി നോക്കണം കേട്ടോ. ഈ സ്പെഷ്യൽ പായസം നിങ്ങൾക്ക് ഇഷ്ടപ്പെടും, ഭഗവാനും ഇഷ്ടപ്പെടും. അപ്പോൾ ഇതുപോലെ എന്തായാലും ട്രൈ ചെയ്യണം കേട്ടോ. പറയാൻ മറന്നു, നിങ്ങൾ എന്നെ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും എൻ്റെ വീഡിയോസ് കാണുമ്പോൾ ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കില്ലല്ലോ. അപ്പോൾ ഇപ്രാവശ്യത്തെ ഭഗവാന്റെ പിറന്നാളിൽ നമുക്ക് എല്ലാവർക്കും ഈ പായസം ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കിയിട്ട് എന്നോട് പറയില്ലേ, കമൻറ്റ് ചെയ്യില്ലേ, നിങ്ങൾക്ക് ഇഷ്ടമായോ ഇല്ലയോ, ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായോ എന്നൊക്കെ കമൻറ്റ് ചെയ്യണം കേട്ടോ. നിങ്ങളിങ്ങനെ ഉണ്ടാക്കാറുണ്ടോ എന്നും പറയണം കേട്ടോ. അപ്പോൾ ഇതൊരു പ്രത്യേക ടേസ്റ്റുള്ള പായസമാണേ. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇത് ട്രൈ ചെയ്യൂ കേട്ടോ. അപ്പോൾ ഇത് നോക്കൂ, ഇത് നന്നായിട്ട് കുറുകി വന്നിട്ട് ഇനി നമുക്കിതിനെ ഒരു ചെറിയൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം കേട്ടോ. ഒരു കുഞ്ഞു ഉരുളിയിലേക്ക് ഞാനിത് മാറ്റുന്നുണ്ട് കേട്ടോ. ഈ കൺസിസ്റ്റൻസിയിൽ ചൂടോടെ കഴിക്കാനില്ലേ ഭയങ്കര ടേസ്റ്റിയാണ്. പിന്നെ പൂവ പായസം എങ്ങനെ കഴിക്കാമെന്ന് എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ.
കുറച്ച് ചൂടോടെ ഇലയിൽ വിളമ്പുക. എന്നിട്ട് നല്ലൊരു പൂവമ്പഴവും 2 പപ്പടവും ഒക്കെ ഇട്ട് കുഴച്ച് കഴിക്കുക. ഞാനിപ്പോൾ എന്തായാലും അത് കാണിച്ചു തരുന്നില്ല കേട്ടോ, ഞാൻ എന്തായാലും ഊണ് കഴിക്കേണ്ട സമയമാണ്, അതുകൊണ്ടാണ് അതിപ്പോൾ കാണിക്കാൻ പറ്റാത്തത്. അപ്പോൾ നിങ്ങളങ്ങനെ ഒന്ന് കഴിച്ചു നോക്കൂ കേട്ടോ, എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ ഈ പ്രാവശ്യത്തെ ഭഗവാന്റെ തിരുനാളിന് ഈ പായസം തന്നെ ഉണ്ടാക്കണേ. ഉണ്ടാക്കില്ലേ? നമുക്കിതുപോലെ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം കേട്ടോ. ഓക്കെ, ബൈ.